കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 160 യാത്രക്കാരുടെ ജീവൻ മുൾമുനയിൽ നിർത്തിയ ആ നിമിഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എന്തുകൊണ്ടാണ് കൊച്ചിയിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്? യാത്രക്കിടെ വിമാനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് പുക വരുന്നത് പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആധുനിക വിമാനങ്ങളിൽ എഞ്ചിനിലെ താപനിലയോ പുകയോ തിരിച്ചറിയാൻ സെൻസറുകൾ, സ്മോക്ക് ഡിറ്റക്ടറുകളും ഉണ്ടാകാറുണ്ട്. കോക്പിറ്റിലിൻ്റെ വാണിംഗ് ലൈറ്റുകളിലൂടെയും അലാറങ്ങളിലൂടെയും ഇത്തരം സാങ്കേതിക തകരാറുകൾ പൈലറ്റുമാർക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പുക ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പൈലറ്റുമാർ എടുത്ത ധീരമായ തീരുമാനമാണ് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കിയത്. എന്നാൽ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ മറ്റൊരു വെല്ലുവിളി കൂടി ഉണ്ടായി. വിമാനത്തിൻ്റെ പിൻ ടയറുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വിമാനത്തിൻ്റെ ടയറുകൾ പൊട്ടുക എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ലാൻഡിംഗ് സമയത്ത് ടയർ പൊട്ടിയാൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറാനോ തീ പിടിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് വേഗത കൂടുതലായുള്ള സമയത്ത് ടയർ പൊട്ടുമ്പോൾ വിമാനത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തുക എന്നത് പൈലറ്റുമാരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മുമ്പ് 2020 കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ അപകടം നമുക്കറിയാം. അന്ന് മോശം കാലാവസ്ഥയും ലാൻഡിങ്ങിലെ പിഴവുകളും കാരണം വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ തന്നെ ടയറുകൾ പൊട്ടിയിട്ടും വിമാനം കൃത്യമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞത് പൈലറ്റുമാരുടെ ഒരു മികവ് തന്നെയാണ്. ലാൻഡിംഗ് കഴിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തകർ വിമാനത്തിനടുത്തേക്ക് എത്തുകയും 160 യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും ചെയ്തു. എഞ്ചിനിൽ പുക വരാനും ടയറുകൾ പൊട്ടാനും ഇടയാക്കിയ കൃത്യമായ കാരണം കണ്ടെത്താൻ ഇപ്പോൾ വിദഗ്ധ പരിശോധനകൾ നടക്കുകയാണ്. പൈലറ്റുമാരുടെ കൃത്യമായ ഇടപെടൽ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ 160 യാത്രക്കാരും സുരക്ഷിതരായിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.